എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ 2026 വിഷു ഫലമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിൽ ഉത്രാടം നക്ഷത്രത്തിൻ്റെ വിഷു ഫലമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഉത്രാടത്തിന് പ്രധാനമായും പ്രണയം സഫലമാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ഉത്രാടം നക്ഷത്രക്കാർക്ക് സർക്കാർ ഉദ്യോഗം ലഭിക്കുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. നിങ്ങൾ ഏതെങ്കിലും PSC പരീക്ഷയ്ക്ക് എഴുതിയിട്ടുണ്ടെങ്കിൽ ലിസ്റ്റിൽ വരാനുള്ള സാധ്യത ഉണ്ട്. കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ നടക്കുന്ന ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. പുതിയ ബിസിനസ്സൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അതിന് പറ്റിയ ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. പ്രധാനമായും പറയാനുള്ളത് ആഭിചാരമായ കാര്യങ്ങൾ നമ്മളിലേക്ക് ഏൽക്കാൻ പറ്റുന്ന ഒരു വർഷമാണ് ഇത്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. നെഗറ്റീവ് വൈബ്സ് ഒക്കെ നമ്മളിലേക്ക് എത്തുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് സൂക്ഷിച്ച് മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികളായിട്ടുള്ള ഉത്രാടം നക്ഷത്രക്കാർക്ക് ആദ്യത്തെ 3 മാസം വളരെയധികം തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാകും. കുടുംബജീവിതത്തിൽ വളരെയധികം സന്തോഷം ഉണ്ടാകുന്ന ഒരു വർഷമാണ് 2026 വിഷു വർഷം. എന്നാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ 2026 പുതിയ ഭൂമി വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാകും. വിവാഹ സംബന്ധമായി പറയുകയാണ് എങ്കിൽ ഉത്രാടം നക്ഷത്രത്തിലുള്ള പെൺകുട്ടികൾക്ക് അത്ര നല്ല സമയമല്ല ഈ 2026 വിഷു വർഷം. എന്നാൽ ആൺകുട്ടികൾക്ക് വളരെ അനുകൂലമായ ഒരു സമയമാണ് ഇത്. ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ 2026 വിഷു വർഷത്തിൽ എടുത്തുചാട്ടവും ദേഷ്യവും ഒക്കെ കൂടുതലായിരിക്കും. അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. സാമ്പത്തികമായി വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം ഉത്രാടം നക്ഷത്രക്കാർക്ക്. കൃഷി നടത്തുന്നവരാണ് എങ്കിൽ അവർക്കും ലാഭം ഉണ്ടാകുന്ന ഒരു വർഷമായിരിക്കും ഇത്. പൊതുവെ ഉത്രാടം നക്ഷത്രക്കാർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു വർഷമാണ് ഈ 2026 വിഷു വർഷം. ദോഷപരിഹാരാർത്ഥം ഉത്രാടം നക്ഷത്രക്കാർ ഗണപതി ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുകയും ആഴ്ചയിൽ ഒരു ദിവസം ഗണപതി ഭഗവാനെ ദർശിക്കുകയും വേണ്ട വഴിപാടുകളെല്ലാം നടത്തി മുൻപോട്ട് പോവുകയാണെങ്കിൽ ദോഷങ്ങളെല്ലാം മാറി നല്ലതായിരിക്കും. അതുപോലെ തന്നെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും 3 തവണ സൂര്യ നമസ്കാരം ചെയ്യുന്നതും ദിവസവും ചെയ്യുന്നതും അത്യുത്തമമായിരിക്കും. അതുപോലെ തന്നെ ശിവഭഗവാനെ നല്ലവണ്ണം പ്രാർത്ഥിക്കുകയും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവഭഗവാന് വേണ്ട വഴിപാടുകൾ എല്ലാം നടത്തുകയും ചെയ്യുക. അതുപോലെ മഹാവിഷ്ണുവിനെ പാൽപായസവും സുദർശന മന്ത്രാർച്ചനയും നടത്തുന്നതും വളരെ അത്യുത്തമമാണ്. അതുപോലെ മുരുക ഭഗവാനെയും നാഗദൈവങ്ങളെയും എല്ലാം നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നത് ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ കുടുംബ പരദേവതകളെയും നല്ലവണ്ണം പ്രാർത്ഥിക്കുക. അങ്ങനെയെല്ലാം പ്രാർത്ഥിച്ച് മുൻപോട്ട് പോവുകയാണ് എങ്കിൽ വരാനിരിക്കുന്ന ദോഷങ്ങളെല്ലാം മാറി നല്ല ഒരു വർഷമായി തീരും ഈ 2026 വിഷു വർഷം. എല്ലാ ഉത്രാട നക്ഷത്രക്കാർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.